ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ദാ പതിവ് പോലെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നടത്തവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ദാ മക്കളൊക്കെ വിളിച്ചുണർത്തി അവരെ മദ്രസയിലേക്കൊക്കെ പറഞ്ഞയക്കാം. അപ്പോൾ ദാ രാവിലെ നീറ്റപ്പോൾ തന്നെ ഒരു പനിക്കുള്ള കോളുണ്ട് കേട്ടോ. അപ്പോൾ സൗണ്ടിനും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ജലദോഷം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ജലദോഷമൊക്കെ ആകുമ്പോൾ നമുക്കറിയാലോ, രാവിലെ തന്നെ നീക്കുമ്പോൾ ഒന്നിനും ഒരു മൂഡ് ഉണ്ടാവില്ല. എന്നാലും വേണ്ടില്ല, നമ്മളെ കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ ഇന്നലെ ദോശക്ക് അരി അരച്ച് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ദോശമാവ് ആണ് കൂട്ടി വെച്ചിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഊത്തപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ദോശയാണെങ്കിലും ഊത്തപ്പാണെങ്കിലും ഒക്കെ ഒരു മാവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചത്. അങ്ങനെ മാവൊക്കെ ഞാൻ വന്നിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. കാരണം നമ്മൾ വീഡിയോ ഒക്കെ കാണാനിരുന്നാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ വിട്ടുപോകും. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ അങ്ങനെ ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആദ്യം പറയുന്നത്. അപ്പോൾ നമ്മളിത് ആ പാൻ എടുത്തിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഊത്തപ്പം ഉണ്ടാക്കാനായിട്ട് കുറച്ച് ക്യാരറ്റും വലിയുള്ളിയും ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, നന്ന കുഞ്ഞേതാക്കിയിട്ടാണ് കേട്ടോ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ എന്താ നമ്മൾ ഇനി ദോശമാവ് ചുട്ടെടുക്കാണ്ടോ. അപ്പോൾ നമ്മൾ ചെറുതായ ഊത്തപ്പാണ് കേട്ടോ, ചെറിയ ചെറിയ ഊത്തപ്പാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വലിയ സൈസ് വേണ്ടവർക്ക് ഒന്ന് വേണമെങ്കിലും ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ പാനിൽ 2 എണ്ണം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ മാവ് നമ്മൾ ദോശ ഒഴിക്കണ പോലെ ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 എണ്ണം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 എണ്ണം പാർന്നിട്ട് ഞാൻ പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച വെജിറ്റബിൾ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കേണ്ട. അപ്പോൾ ആ വെജിറ്റബിളിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇങ്ങനെ വെതറി കൊടുത്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ ബീട്രൂട്ട് എടുക്കാം, പിന്നെ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള എന്തും എടുക്കട്ടോ. കാരണം ദോശൻ്റെ കൂടെയൊക്കെ അതങ്ങോട്ട് ഒന്നിച്ച് കഴിക്കുമ്പോൾ പിന്നെ ഈ പച്ചക്കറി പറ്റാത്ത കേസൊന്നും അവിടെ ഉണ്ടാവില്ല. ഏതായാലും ഞാൻ വെജിറ്റബിളായിട്ട് ഇതാ ക്യാരറ്റും വലിയുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ആണ് അടച്ചു വെക്കട്ടെ. അപ്പോൾ 1 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഇതൊക്കെ ഒന്ന് സെറ്റായി കിട്ടും. തുറന്ന് നോക്കുമ്പോൾ ആ ദോശമാവൊക്കെ ചെറിയ പാനായതുകൊണ്ടായിരിക്കും രണ്ടെണ്ണം ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ കമ്പനിയിൽ നമുക്ക് വേർതിരിക്കാം ആദ്യം. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് അപ്പോഴത്തേക്കും ഇതാ നല്ല പാന് നല്ല ചൂടിലല്ലേ കിടക്കുന്നത്. ദോശമാവിൻ്റെ ആ വശം കുറച്ചിങ്ങനെ കളർ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തീ കുറക്കാൻ മറന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് തിരിച്ചിട്ടിട്ട് വേഗം തന്നെ അങ്ങനെ എടുക്കണ്ട. അപ്പോഴത്തേക്കും നമ്മളതാ ഊത്തപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ. എനിക്ക് ദോശ കഴിക്കണതിലേറെ ഇഷ്ടം ഇങ്ങനെ കഴിക്കാനാണ്. കാരണം എനിക്കും തന്നെ വെജിറ്റബിൾ ഒന്നും അങ്ങനെ വല്ലാതെ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഞാൻ ബാക്കി എല്ലാതും ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാവ് ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ വെജിറ്റബിൾ ഇട്ട് കൊടുക്കാൻ നോക്കണ്ടോ, എന്നാലാണ് ആ ദോശയിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിന് ശേഷം ദോശൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ നമ്മൾ തിരിച്ചിടുമ്പോൾ ഈ വെജിറ്റബിളൊക്കെ ചാടി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇതാ തേങ്ങാ ചട്നി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഒരു അടിപൊളിയായിട്ടുള്ള തക്കാളി ചട്നി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാ ചട്നിക്ക് നമ്മൾ തേങ്ങയും പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ദോശ ആകുമ്പോഴത്തേക്കും അതൊന്ന് ആദ്യം റെഡിയാക്കി കൊണ്ടുവരട്ടെ. കാരണം തേങ്ങാ ചട്നിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കുന്നതൊക്കെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് തക്കാളി ചട്നി റെസിപ്പി ഞാൻ കാണിച്ചു തരട്ടോ. അപ്പോൾ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഇത് രണ്ടും പാടെ കൂട്ടിയിട്ട് ഇത് കഴിക്കാൻ. അപ്പോൾ എന്തായാലും നിങ്ങൾ രാവിലെ ദോശമാവൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് ട്രൈ ആക്കി നോക്കട്ടോ. നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇതിന്. നമ്മൾ ഊത്തപ്പൊക്കെ ഞാൻ അങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ തേങ്ങാ ചട്നിയിലേക്ക് വേണ്ട തേങ്ങയും അവിടെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തക്കാളി ചട്നീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഊത്തപ്പൊക്കെ ഇതാ ചുട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുമ്പോൾ ഇതാ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. അപ്പോൾ നല്ല കളർഫുള്ളായിട്ട്, അപ്പോൾ കഴിക്കാനൊക്കെ ഇതാ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവില്ലേ ഒന്ന് എടുത്ത് കഴിക്കാൻ. അപ്പോൾ അത്രയും ടേസ്റ്റ് ചെയ്യുന്നു. പിന്നെ ദോശമാവൊക്കെ നല്ല പെർഫെക്റ്റ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ എന്താ പറയുക, ഇതിന് ടേസ്റ്റിൻ്റെ കുറവൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ കട്ടൻ ചായയും കൂട്ടിയിട്ട് ഇങ്ങനെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചൂടോടുകൂടെ ഒന്ന് കഴിച്ചു നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മളെ കോമ്പിനേഷനായ തേങ്ങാ ചട്നിയും തക്കാളി ചട്നിയും കൊണ്ടും കഴിച്ചപ്പോൾ അതിലേറെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കിക്കോളി. അപ്പോൾ നമ്മൾ ഊത്തപ്പൊക്കെ അവിടെ റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തക്കാളി ചട്നി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചട്ടി നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 2 മണി ഉലുവട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ഉലുവട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് ആ കടുകൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു വലിയ സവാള കേട്ടോ, വലിയ സവാളയും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 2-2.5 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉണക്കമുളകും. ഇതൊക്കെ കേട്ടോ ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെളുത്തുള്ളിയും ഉണക്കമുളകും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ സവാളയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിലെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാവുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ആളുകളുള്ളല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ധാരാളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്.
അതിനുശേഷം അതൊന്ന് വാടി തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വല്യുള്ളിനേക്കാൾ കൂടുതൽ തക്കാളി നമ്മൾ എടുക്കണം കേട്ടോ, കാരണം തക്കാളി ചട്നിയാണല്ലോ നമ്മുടെ ചട്നി. അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ആ കളറിനായിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എരിവ് നമ്മുടെ ഉണക്കമുളക് എരിവുള്ളതാണ് കേട്ടോ, അപ്പോൾ എരിവിന് ആവശ്യമുള്ള ഉണക്കമുളകും അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഏതായാലും ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും തക്കാളിയും ഒക്കെ ഒന്ന് വെന്തിട്ട് ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇത് തീയൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ചൂടാറിയിട്ട് വേണം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ. അങ്ങനെ 5 മിനിറ്റിന് ശേഷം ഇതാ നമ്മളെ തക്കാളി ചട്നി ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന്. അങ്ങനെ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്, കാരണം ഇനി അത് വേവിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ, കാരണം നമ്മളൊക്കെ വാട്ടിയെടുത്തതല്ലേ. അതിനുശേഷം ഇതാ നമുക്ക് ചട്നികളൊക്കെ ഒന്ന് കടുക് വറുത്തിടട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കടുക് വറുത്തിട്ടത് നമ്മുടെ തക്കാളി ചട്നിയിലേക്കാണ് കേട്ടോ, കാരണം അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടല്ലോ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകും വേപ്പിൻ്റെ ഇലയും ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമ്മളതൊന്നും കടുക് വറുത്തിടുക കേട്ടോ. അപ്പോൾ അതൊരു ആ പാത്രത്തിലേക്ക് അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഈ ചട്ടിനെ മാറ്റിയിട്ട് പിന്നെ നമ്മളെ തേങ്ങാ ചട്നിയും ഒന്ന് കടുക് വറുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് തിളക്കേണ്ടതുകൊണ്ട് ഞാൻ ആദ്യം ഇത് കടുക് വറുത്തിട്ട് അത് മാറ്റി വെക്കുകയാണ്. അങ്ങനെ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. രണ്ടാം പ്രാവശ്യം തന്നെ ആ ചട്ടി തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം ചൂടായ ചട്ടിയാണല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് കടുകും പൊടിച്ചിട്ട് പിന്നെ നമ്മുടെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് നമ്മളെ തേങ്ങ അരച്ച് വെച്ചത് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങയിൽ നമ്മൾ പച്ചമുളകും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ആണ് കേട്ടോ അരച്ചിരുന്നത്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നത്, നല്ല ടൈറ്റ് ആയിട്ടാണ് കേട്ടോ അരച്ചിരുന്നത്. അപ്പോൾ അതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ദോശൻ്റെ ഐറ്റംസ് എന്താണെങ്കിലും ഇഡ്ഡലി, ദോശ, ഇങ്ങനെ ഊത്തപ്പം എന്താണെങ്കിലും എനിക്ക് തേങ്ങാ ചട്നി നിർബന്ധമാണ്. പിന്നെ സാമ്പാറോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഓക്കെ, പക്ഷേ തേങ്ങാ ചട്നി ഒഴിച്ച് കഴിക്കുമ്പോൾ ആണ് എനിക്ക് അതിനായിട്ടുള്ളൊരു കോമ്പിനേഷനായിട്ട് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഞാനിതാ അതും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചട്നി ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ തിളച്ച് മറിഞ്ഞൊന്നും പോകണ്ട കേട്ടോ, ഈ ചട്നികളൊന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് തിള വന്നാൽ തന്നെ ധാരാളം. അങ്ങനെ ഇതാ അത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ തക്കാളി ചട്നി കണ്ടല്ലോ, അതിലും ഞാൻ വറവ് ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ അതൊന്ന് മിക്സ് ആക്കി കൊടുക്കണ്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള തേങ്ങാ ചട്നിയും നമ്മുടെ തക്കാളി ചട്നിയും നമ്മുടെ ഊത്തപ്പവും ഒക്കെ ഒന്നിച്ച് കൂട്ടി കഴിക്കുമ്പോൾ നല്ല അപാര ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചായയൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ എല്ലാവരെയും വിളിച്ചിട്ട് നമ്മൾ ഒന്നിച്ച് ചായ കുടിക്കണ്ടോ. അപ്പോൾ ആ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ മോനൊക്കെ നീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ചായ കടിയും എല്ലാം എടുത്തിട്ട് അവർക്കൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നത് ഞാൻ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഊത്തപ്പവും ചട്നിയും തക്കാളി ചട്നിയും ഒക്കെ എടുത്തത് ഇബാഗ് കൊടുക്കാനാട്ടോ. പക്ഷേ എനിക്ക് അതിൻ്റെ സ്മെല്ലൊക്കെ ഇങ്ങനെ വന്നപ്പോൾ കഴിച്ച് നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു പീസ് എടുത്തിട്ട് അതിങ്ങനെ ടേസ്റ്റ് ആക്കി നോക്കാൻ കേട്ടോ. അപ്പോൾ എന്തൊരു ടേസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കോംബോ വെച്ചിട്ട് തന്നെ നിങ്ങൾ ഈ ഊത്തപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് നിങ്ങൾക്കും നല്ലോണം കഴിക്കട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചായയും ഇതൊക്കെ എടുത്ത് കഴിക്കുകയാണ്. ചായയുടെ കഴിഞ്ഞിട്ട് പിന്നെ പാത്രം കഴുകലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറും കുറച്ച് മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചിട്ട് എല്ലാം മീൻകറിയാണ്, വറുത്തരച്ചൊരു മീൻകറിയാണ് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തു. അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഞാനിതാ ഇന്ന് ഇളയച്ചൻ്റെ കുട്ടിൻ്റെ ബാലവാടിത്തെ പരിപാടിയുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അവിടെ പരിപാടി തുടങ്ങാനായി എന്ന് പറഞ്ഞിട്ട് മീൻ വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല. ഞാൻ അത് കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു, കാരണം മോൻ്റെ പരിപാടി കഴിഞ്ഞ് പോയാൽ പിന്നെ നമുക്കത് കാണാൻ പറ്റിയില്ലെങ്കിൽ ഒരു സങ്കടമാകും, കാരണം കുഞ്ഞു മക്കളെ പരിപാടിയല്ലേ. അപ്പോൾ എല്ലാ കുട്ടികളും നല്ല പരിപാടിയായിരുന്നു കേട്ടോ, കാരണം ചെറിയ ചെറിയ കുട്ടികൾ കളിക്കുമ്പോൾ അതിനെ അനുസരിച്ചുള്ളൊരു ഭംഗി തന്നെയാണ് ഈ ഡാൻസിനൊക്കെ. അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം സ്കൂളിലെത്തിട്ടോ. നമ്മുടെ അവിടെ അടുത്തുള്ളൊരു സ്കൂൾ വെച്ചിട്ടായിരുന്നു പരിപാടി. അപ്പോൾ ഞാൻ പിന്നെ പരിപാടി കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് ചെയ്തിട്ട്. അപ്പോൾ അവൻ്റെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വേഗം തിരിച്ചു പോന്നു, കാരണം മോർണിംഗ് കൊണ്ട് അവിടെ ഒരുപാട് സമയം നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ, കാരണം അവനിങ്ങനെ ഓടി പോകുമ്പോൾ നമുക്ക് അങ്ങനെ അവനെ നോക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വേഗം അവൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാൻ ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ, താങ്ക്